ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. അതിനു വേണ്ടി ഇത്ര ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്, കുറച്ച് വാനില എസൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ബട്ടറാണ് വേണ്ടത്. ബട്ടർ ഇല്ലാഞ്ഞാൽ നമുക്ക് നെയ്യ് കൊടുക്കാം, അപ്പോൾ കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്, പിന്നെ പൊടിക്കാത്ത കുറച്ച് പഞ്ചസാരയും. ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. പിന്നെ ഇത് കുഴച്ചിട്ട് ശരിയാവില്ലെങ്കിൽ നമുക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഈ കൂട്ടിനെ കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളെ നെയ്യ് ഇങ്ങനെ ഉരുകാണ്ടാന്നല്ലോ ഉണ്ടാവുക, അപ്പോൾ അതിനെ എടുക്കുക. അപ്പോൾ എടുത്ത് ഇതിലാണ് നമ്മൾ ഈ പൊടീനെ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇനി ആദ്യം നമുക്കൊന്ന് നല്ല അടിച്ച് വെള്ളം പോലെ ആക്കി എടുക്കണം. അപ്പോൾ നെയ്യിനെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് ആദ്യം റെഡിയാക്കി എടുക്കേണ്ടത്. നല്ല വെള്ളം പോലെയായി വരും. കണ്ടല്ലോ, അടിപൊളിയായിട്ട് വന്നു. ഇനി നമുക്ക് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കണം. ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി ഇതിനെയും മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതും കൂടി നല്ലോണം അടിച്ച് ചേർത്ത് റെഡിയാക്കി എടുക്കണം. നല്ല ലൂസ് പരുവത്തിലായിട്ട് കിട്ടണം ഇത്. നല്ല അടിപൊളിയായിട്ട് കണ്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു തുള്ളി വാനില എസൻസ് ഒറ്റിച്ച് കൊടുക്കുക. വേറെ ഇതിനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം. മുട്ടയൊന്നും ചേർക്കുന്നില്ല, ഒന്നുമില്ല. ലൂസായി വന്നില്ലേ, നല്ല ക്രീം പരുവത്തിലായി വന്നില്ലേ. നമ്മൾ കേക്കെല്ലാം ആക്കുമ്പോൾ നമ്മൾ ക്രീം മേലെ ആക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതാ കണ്ട. ഇതാ അപ്പോൾ നല്ലോണം ബീറ്റർ വെച്ചിട്ട് വേണ്ടിക്കിലാക്കാം. പിന്നെ കുറച്ചല്ലേ ആക്കുന്നുള്ളൂ, അതുകൊണ്ട് ബീറ്ററൊന്നും എടുക്കാൻ നിന്നില്ല ഞാൻ. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി കൈ കൊണ്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ്, അത് പിന്നെ നമ്മളെല്ലാത്തിലും ചെയ്യുന്നതല്ല. ഇതാ ഒന്ന്. എന്നിട്ട് ഞാനിത് കൈ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കട്ടെ. കുഴഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് ഇതിൽ ചേർക്കാം. ശരിക്കും കുഴയുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് തന്നെ നല്ല റെഡിയാക്കിയിട്ട് നല്ല ഇതായിട്ട് എടുത്തോളൂ. അപ്പം ഞാനിത് കുഴച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പാല് ചേർക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം കാണിച്ചു തരുവേ. ഇതിനെ കൊണ്ട് തന്നെ ഞാൻ നല്ലോണം കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ശരിക്ക് നല്ല ഇതായിട്ടില്ല, അതുകൊണ്ട് ഒരു തുള്ളിപ്പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരണമല്ലോ. ഇതിലെടുക്കുക, ഗ്ലാസ്സിലെടുത്തിട്ട്
ഒരു തുള്ളിയേ എടുത്തിട്ടുള്ളൂ. ഇത് അപ്പോഴത്തേക്ക് തന്നെ ഇത് കുഴഞ്ഞു. ഒരു ചെറിയൊരു നനവിൻ്റെ ഒരു വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. കണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു പഞ്ചസാര കടിക്കാനാന്നേ. ഇതാ ഇത്ര പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഒന്ന് പഞ്ചസാര കടിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണേ. അപ്പോൾ ഒരു ചില നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങുന്ന ബിസ്ക്കറ്റിനുണ്ടാവില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഒരു പഞ്ചസാര കടിക്കുന്നു, അതേപോലെ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിതെല്ലാം നല്ല വൃത്തിയിൽ കുഴക്കാം. അപ്പോൾ ഇതാ നല്ലോണം കുഴച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത തരത്തിൽ ഇതാ കണ്ട ഈ പരുവത്തിൽ കിട്ടണം. ഇതാ കണ്ട ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിനെ ഉരുട്ടിയെടുക്കണം. നല്ലോണം ഇങ്ങനെ ആക്കിയിട്ട് കുഴക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇതാ കണ്ട ഇങ്ങനെ. അപ്പം അന്ന് കുഴ ശരിയാവുക. അപ്പോൾ ഇനി ഞാനിത് ഉരുട്ടിയെടുത്ത് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കട്ടെ. ഇതാ ഇപ്പം നല്ല ഒരു ഷേപ്പാക്കിയിട്ട് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മോഡലിൽ ഒന്ന് എടുക്കുക. നമ്മളിപ്പം കടയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇതാ അപ്പം നല്ല ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്കിനെന്തെങ്കിലും ഒരു ഷേപ്പാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കെടുത്തിട്ട് ഷേപ്പാക്കാം. ഇതിൻ്റെ മുകളിൽ ഇതാ അപ്പോൾ ഇതാ ബിസ്ക്കറ്റിന് നല്ലൊരു ഇത് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തിട്ടെല്ലാം എടുക്കാം. അപ്പോൾ ഇതാ ഇത്രയാണ് ഉള്ളത്. 3, 3, 6, 3, 9, 11 എണ്ണം അത്രയും കൂട്ടുമുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് വെച്ചിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രം. ഞാൻ ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച അതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇതിൻ്റെ തട്ട് മേലത്തെ തട്ടാണ് ഞാൻ വെക്കുന്നത്. കണ്ട. ഇതിലേക്ക് ഞാൻ ഓരോരോ ബിസ്ക്കറ്റായിട്ട് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ബിസ്ക്കറ്റ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടച്ചു വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ആയതിൻ്റെ ശേഷം കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ ബിസ്ക്കറ്റ് നമുക്ക് തുറന്ന് നോക്കിയാലോ. ഏകദേശം ആയതുപോലെ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് മെല്ലനെ ഒന്ന് പൊന്തിച്ച് നോക്കാം. ഇതാ അപ്പോൾ ഇതാ നമ്മളെ ബിസ്ക്കറ്റ് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് വെക്കാം ഇനി. എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനെല്ലാം പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ. ഇതാ ഒന്നും കരിഞ്ഞിട്ടുമില്ല, എല്ലാം പാകാന്ന്. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് ഉറക്കും. ഇപ്പം കുറച്ച് സോഫ്റ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ നല്ല ബിസ്ക്കറ്റിൻ്റെ അതേ ഇതിൽ വരും. അപ്പോൾ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഹെൽത്തി ബിസ്ക്കറ്റ് ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.